നമസ്കാരം. ഞാൻ കൃഷ്ണദാസ്, ആഞ്ജനേയ ജ്യോതിഷാലയം. ഓം നമ ശിവായ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയോധമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ഇന്നത്തെ ഈ വീഡിയോയിൽ ചിങ്ങം രാശിയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതായത് ഈ അടുത്ത് വരുന്ന ഗ്രഹമാറ്റങ്ങളിൽ ചിങ്ങം രാശിയിൽപ്പെടുന്ന മകം, പൂരം, ഉത്രത്തിൽ കാല് എന്നീ 3 നക്ഷത്രക്കാർക്ക് വരുന്നതായിട്ടുള്ള സാമാന്യ ഗുണദോഷ ഫലങ്ങളെയാണ് ഇവിടെ പറയുന്നത്. മകം രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വിവാഹപരമായിട്ട് തടസ്സങ്ങൾ മാറി വിവാഹം നടക്കേണ്ട ഒരു കാലഘട്ടമായി വരികയും അതുപോലെ തന്നെ ആയുരാരോഗ്യ സൗഖ്യമുണ്ടാകുകയും തടസ്സങ്ങളെല്ലാം മാറി കാര്യങ്ങൾ അനുകൂലമാകും. കാരണം ചിങ്ങം രാശിയിലേക്ക് കേതുവിൻ്റെ മാറ്റം, അതായത് നക്ഷത്രാധിപനായ കേതുവിൻ്റെ മാറ്റം ഇവരെ സംബന്ധിച്ച് വളരെ ഗുണപ്രദമാണ്. അതുപോലെ തന്നെ വ്യാഴത്തിൻ്റെ 11ലേക്കുള്ള മാറ്റം ധനപരമായ നേട്ടങ്ങളും കർമ്മപരമായിട്ടുള്ള നേട്ടങ്ങളും മനസ്സിന് സന്തോഷമുണ്ടാകുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കുകയും എന്നീ കാര്യങ്ങളാണ് മകനക്ഷത്രക്കാരെക്കുറിച്ച് സാമാന്യ ഫലങ്ങൾ പറയാനുള്ളത്. ഇവിടെ ഗണപതിക്ക് വിളക്ക് വയ്ക്കുക, അതുപോലെ ശാസ്താവ്, ഹനുമാൻ, ശനീശ്വരൻ, അതുപോലെ ഭദ്രകാളി എന്നീ ദേവതകൾക്ക് അർച്ചന, ഭാഗ്യസൂക്ത അർച്ചന, അഷ്ടോത്തരാർച്ചന, സഹസ്രനാമ അർച്ചന എന്നീ അർച്ചനകൾ കൊടുക്കുന്നതും, അതുപോലെ ശൈവനാഗങ്ങൾക്ക് വസ്ത്രഭൂഷണാദികൾ, പട്ട് മുതലായ വസ്തുക്കൾ നൽകുന്നതും, പ്രധാനമായിട്ടും വിഷ്ണുവിൻ്റെ കൃഷ്ണൻ്റെ അമ്പലത്തിൽ പുരുഷ സൂക്ത അർച്ചന, അതുപോലെ സുദർശന മന്ത്രാർച്ചന, നരസിംഹ മന്ത്രാർച്ചന എന്നിവ കൊടുക്കുന്നതും, നെയ്വിളക്ക്, തുളസിമാല എന്നീ വഴിപാടുകൾ നടത്തുന്നതും വളരെ ശ്രേയസ്കരമായിരിക്കും. അതുപോലെ മറ്റൊരു നക്ഷത്രമായ പൂരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ദേവീക്ഷേത്രത്തിൽ പ്രധാനമായിട്ടും വഴിപാട് നടത്തുന്നതും, നാഗങ്ങൾക്ക് മഞ്ഞപ്പൊടി, കരിക്ക് എന്നിവ സമർപ്പിക്കുന്നതും, അതുപോലെ ശനീശ്വര പ്രീതി വരുത്തുന്നതും, വിഷ്ണു ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്ത അർച്ചന നടത്തുന്നതും, ഗണപതിക്ക് പ്രധാനമായിട്ടും അപ്പം, മോദകം എന്നീ വഴിപാട് നടത്തുന്നതും, അവരുടെ കാര്യങ്ങൾ പെട്ടെന്ന് നടക്കാനും തടസ്സങ്ങൾ കൂടാതെ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് നടക്കാൻ വിഘ്നേശ്വര പ്രീതി വരുത്തുന്നതും വളരെ ശ്രേയസ്കരമായിരിക്കും. അതുപോലെ തന്നെ ഉത്രത്തിൽ കാല് ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ശിവക്ഷേത്രത്തിൽ ധാര, പിൻവിളക്ക് എന്നിവ നടത്തുക, അതുപോലെ വിഷ്ണു ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്താർച്ചന നടത്തുക, മഞ്ഞപ്പട്ട് വയ്ക്കുക, പാൽപ്പായസ നിവേദ്യം നടത്തുക, അതുപോലെ നാഗക്ഷേത്രങ്ങളിൽ ഉപ്പ്, ചേന എന്നിവ സമർപ്പിക്കുന്നതും, അതുപോലെ ശനിഗൃഹത്തിന് പ്രത്യേകമായി ഗൃഹപൂജ നടത്തുന്നതും, ശാസ്താക്ഷേത്രത്തിൽ നീരാഞ്ജനം കത്തിക്കുന്നതും വളരെ ശ്രേയസ്കരമായിരിക്കും. അതുപോലെ തന്നെ ഗണപതിക്ക് അലങ്കാര വസ്തുക്കൾ, മാല, പൂമാല, നാരങ്ങമാല, കർഗമാല എന്നിവ സമർപ്പിച്ച് വെള്ളിയാഴ്ച തോറും പ്രാർത്ഥിക്കുന്നത് വളരെ ശ്രേയസ്കരമായിരിക്കും. എല്ലാവർക്കും ഈ രാശിമാറ്റം അനുകൂലപ്രദമായി അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.